അടുത്ത ഒരു 2 വർഷത്തേക്ക് വടകര മുതൽ നന്ദി ദേശീയപാതയിലൂടെ ഇതുപോലെയുള്ള ആംബുലൻസ് വാഹനങ്ങൾ സൈറൺ ഇട്ട് പോവാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈറമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മുന്നിലുള്ള വാഹനങ്ങൾക്ക് വഴിമാറാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല എന്ന് എത്ര പേർക്കറിയാം? കാരണം ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരിക്കും, എന്നാൽ വടകര കൊയിലാണ്ടി നന്ദി പയ്യോളി ദേശീയപാതയിൽ അങ്ങനെയല്ല. മുന്നിലുള്ള കുണ്ടുകൾക്ക് വഴിമാറാൻ വേണ്ടിയിട്ടാണ് ഈ സൈറൺ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുന്നിൽ ഏതെങ്കിലുമൊക്കെ വണ്ടിയുണ്ടോ? ഒരു വണ്ടിയുമില്ല. അപ്പോൾ മുന്നിലുള്ള കുണ്ടുകൾക്ക് വഴിമാറാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആംബുലൻസുകൾ സൈറൺ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആംബുലൻസ് എല്ലാ ആളുകൾക്കും വഴിമാറി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആംബുലൻസിന് വഴിമാറി കൊടുക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളെക്കാൾ വളരെ സ്പീഡില്ലാതെയാണ് ആംബുലൻസ് 20-30 സ്പീഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ ഒരു സമയത്ത് ആംബുലൻസിനെ വഴിമാറി കൊടുത്തു. നമ്മുടെ മുന്നിലായി, പിന്നെ ആംബുലൻസ് പിറകിലായിട്ട് വന്നാൽ പിന്നെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തു. അങ്ങനെ ആംബുലൻസ് അങ്ങനെ നമ്മുടെ പിന്നിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ പയ്യോളി ദേശീയപാതയിലെത്തി. അപ്പോൾ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് സ്പീഡ് കിട്ടിയെങ്കിലും അടുത്തത് വീണ്ടും ഇതേപോലെ തന്നെ 17, 20, 30 സ്പീഡിലൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ സ്പീഡിൽ പോകേണ്ടതാണ്. പക്ഷേങ്കിൽ ഒരുപക്ഷെ ആൾക്ക് പരിക്കുണ്ടാവും. ആ പരിക്ക് ഇനിയിപ്പോൾ നട്ടലിനും മറ്റ് സുഷുമ്നാ നാഡിയിൽ കൂടി ആ പരിക്ക് ഏൽപ്പിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും വളരെ മെല്ലെ പോകുന്നത്. അപ്പോൾ പയ്യോളിയിൽ നിന്നുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത 2 വർഷത്തേക്ക് ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ ആംബുലൻസുകൾ ഉപയോഗിക്കാതിരിക്കുക, എമർജൻസി വാഹനങ്ങൾ ഇല്ലാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹെലികോപ്റ്റർ സംവിധാനം, അത്തരത്തിലെങ്കിലും ഒരു സംവിധാനം അറ്റ്ലീസ്റ്റ് വടകര മുതൽ കൊയിലാണ്ടി വരെയുള്ള ഭാഗങ്ങളിലേക്കെങ്കിലും ഉപയോഗപ്പെടുത്താനാണ് പറയാനുള്ളത്. അല്ലാതെ റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത 3 വർഷം കൊണ്ട് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ സർവീസ് റോഡ് നല്ല രീതിയിൽ കൊള്ളുകയൊന്നും ഇല്ലാതെ 6 വരി പാതയുടെ വർക്ക് എടുക്കുന്നതിന് മുന്നേ ദേശീയപാതയിലെ സർവീസ് റോഡുകൾ കൃത്യമായി ടാർ ചെയ്തുകൊണ്ട് അതിലെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം എന്തായാലും നമ്മുടെ വാഗാടിനെ പോലെയുള്ള കമ്പനികൾക്ക് ഉണ്ടാക്കിത്തരാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റ് കമ്പനികളൊക്കെ അങ്ങനെ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകും സർവീസ് റോഡൊക്കെ വളരെ കൃത്യമായിട്ട്. പക്ഷെ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ജനപ്രതിനിധികൾക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടുകാരും ഇതിനെതിരെ വലിയ പ്രക്ഷുബ്ധമൊന്നും ആവില്ലെന്ന് ഈ വാഗാടിനെ പോലെയുള്ള ആളുകൾക്കറിയാം. പിന്നെ ഈ ഭാഷ ഇവർക്ക് മനസ്സിലാകാത്തൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങൾ കേട്ടില്ലെന്നൊക്കെ നടിക്കാൻ വാഗാടിനെ കൊണ്ട് കഴിയും. പിന്നെ കണ്ണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുണ്ടെങ്കിലും ആ കണ്ണിന് വലിയ സാരമായ തിമിരമോ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ ആംബുലൻസ് വാഹനങ്ങൾ പോകുമ്പോൾ അവർക്കത് വലിയൊരു പ്രയാസമായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിക്കുക. അതേപോലെ പെട്ടെന്ന് അറ്റാക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതേപോലെ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ആംബുലൻസ് ഉപയോഗിക്കാതിരിക്കുക. പകരം ഹെലികോപ്റ്റർ ആംബുലൻസിൻ്റെ സാധ്യതകൾ തേടുക. അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അതിനിപ്പം പ്രത്യേകിച്ച് നല്ല സ്കോപ്പ് ഉണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാതെ റോഡ് നന്നാക്കണം, പിന്നെ സർവീസ് റോഡ് ടാർ ചെയ്യണം, 6 വരി പാത 2, 3, 4 വർഷമൊക്കെ എടുത്ത് പണിയുമ്പോൾ അത്രയും കാലം സർവീസ് റോഡിലൂടെ ഈ രീതിയിൽ വാഹനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കണമെന്നും പറയാൻ നമ്മളാളല്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തായാലും നിങ്ങൾ വേറെ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ വടകര പയ്യോളി കൊയിലാണ്ടി ഭാഗത്താണ് ഈ സർവീസ് റോഡിന് ഈ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ കോഴിക്കോട് അതേപോലെ മാഹി, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊന്നും ഇതേ രീതിയിലുള്ള കുണ്ടുകൾ അഗാധമായ ഗർത്തങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് വാഗാട് എന്ന കമ്പനിക്ക് ഇവിടെ മാത്രം ഒരു പ്രിവിലേജ് ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പയ്യോളി ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ള തിക്കോടി ആ ഒരു പ്രദേശങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് 14, 12 സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തൊട്ട് മുന്നിലാണ് വാഹനമുള്ളത്. അപ്പോൾ ഈ വാഹനത്തെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആംബുലൻസിനെക്കാട്ടും അത്യാവശ്യക്കാരനാണ്
കാരണം ജോലിക്ക് പോകുന്ന എനിക്കും 14-13 സ്പീഡിനൊക്കെ പോകുന്ന ആംബുലൻസിന് വഴിമാറി കൊടുക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ആംബുലൻസ് വളരെ മെല്ലെയാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ബൈക്കിൽ എമർജൻസി സംവിധാനമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിലും നേരത്തെ ഒരുപക്ഷെ ആംബുലൻസിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആശങ്ക. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആളുകളൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. വാഗാട് അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ആയിട്ട് തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. റോഡുകളേതാ തോടുകളേതാ എന്നൊക്കെ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള വിവേകം നിങ്ങൾ കാണിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് യാത്രക്കാർ ആളുകൾ സഞ്ചരിക്കണം. ഇവിടെ വികസനത്തിന് ആരും എതിര് നിൽക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു വികസനത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വടകര കൊയിലാണ്ടി ഭാഗങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റ് ജില്ലകളിൽ ഈ രീതിയിലുള്ള വികസനം കോഴിക്കോട് ടൗണുകൾ, കണ്ണൂർ പ്രദേശങ്ങളിലൊന്നും, കാസർഗോഡ്, മലപ്പുറം പ്രദേശങ്ങളിലും സർവീസ് റോഡിൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തത് അവിടെ വർക്കെടുക്കുന്ന കമ്പനികളുടെ പോരായ്മകളാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മുടെ നല്ല ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ശ്രീലങ്കയുടെയും അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും മാപ്പുകളൊക്കെ ഉടനീളം നിങ്ങൾക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുമെന്നതും വടകരയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ കൺകുളിർക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് വടകര മണ്ഡലത്തിലുള്ള ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും മനസ്സ് അഭിമാനപൂരിതമാകട്ടെ അന്തരംഗം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.